എങ്ങനെ പരിചയപ്പെടുന്നത്? ഞങ്ങൾ പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് വഴി. എന്തെങ്കിലും എന്റർടൈൻമെന്റ് അങ്ങനെ എന്റർടൈൻമെന്റ് ചെയ്ത് എന്തായാലും കോവിഡ് ഞങ്ങൾ ഷട്ട് ഡൗൺ ചെയ്തപോലെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ട് ഡൗൺ ചെയ്യാൻ കരുതി. ദൃശ്യം 3-ലുണ്ടോ? അതിൽ ഞാൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ ഒരു നന്ദികേടായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമ എന്ന് പറയുമ്പം ഒബ്വിയസ്ലി സാധാരണക്കാരൊക്കെ ചിന്തിക്കുന്നത് കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കാസ്റ്റിംഗ് കൗച്ച് ഒക്കെ പോലെ തന്നെ. ഇപ്പൊ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടല്ലേ. ഇപ്പം ഓരോരുത്തർ പോയി പെടുകയാണോ പെട്ടതാണോ അല്ലെങ്കിൽ എന്താ അവരുടെ ഇഷ്ടമാണോ അനിഷ്ടത്തിൽ, അതൊന്നും നമുക്ക് എന്താ പറയാ അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത ഏരിയകളാണ്. നമ്മളുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ പോലും ഈ പ്രശ്നം നടക്കുന്നുണ്ടാകാം. സിനിമ ആയതുകൊണ്ട് അട്രാക്ഷൻ ഒരു സെക്ടർ ആയതുകൊണ്ട് അങ്ങനെ പറയപ്പെടുന്നു. സ്റ്റാർട്ടപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സസ്റ്റൈൻ ചെയ്തു പ്രശ്നമൊന്നുമില്ല. താഴെക്കിടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ചവിട്ടുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും. അവർക്കാണ് ഏറ്റവും ഓപ്ഷൻസ് കൂടുതലാണല്ലോ. എന്തോ പൊള്ളലേറ്റ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ടും അഭിനയത്തിനോടുള്ള ഒരു കാരണം അത് കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം 30% പൊള്ളലേറ്റിരിക്കണോ? പെട്ടെന്ന് ഇങ്ങനെ പൊള്ളിയപ്പോ എനിക്കങ്ങ് വല്ലാണ്ടായി പോയി. എനിക്ക് ചെയ്യാൻ പറ്റൂലേന്നായിപ്പോയി. ഇവിടെ നിന്ന് മുതൽ കൈന്റെ അറ്റം വരെ പൊള്ളലേറ്റു. ഇവിടെയൊക്കെ അതിന്റെ സ്പാർക്ക് വീണു. ഞാൻ എങ്ങനെയെങ്കിലും മാറ്റാൻ ഞാൻ ഐസ് വെക്കുന്നു, മരുന്നിടുന്നു, ഇത് മാറുന്നില്ല. എനിക്കാണെങ്കിൽ നീറൊന്നു ഫുള്ള്. പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, കൊച്ചിയിലേക്ക് പൊക്കോളൂ, വേറെ കുട്ടിയെ വെക്കാം എന്ന് പറഞ്ഞു. നമ്മളത് വളരെ സൈലന്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ആ സീനിൽ ഇപ്പം ഞാൻ ആ സിനിമ വീണ്ടും ഇട്ട് കാണുമ്പോൾ ഞാൻ ആ പൊള്ളൽ ശ്രദ്ധിച്ചു അവളുടെ കയ്യില്. മലയാളത്തിൽ ഒരാൾ എന്നെ കുറച്ചു കാലം എന്നെ പറ്റിച്ചു. അതാരും ഞാൻ പറയുന്നില്ല. പണി കിട്ടിയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വീണ്ടും ചെന്നൈയിലേക്ക് പോയി. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തി ഇന്ന് 100ഓളം സിനിമകളിൽ അത് വ്യത്യസ്ത ഭാഷകളിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു നടി. അതുപോലെ തന്നെ ആളുടെ മകൾ ഇപ്പോൾ ചൈൽഡ് ആക്ട്രസ് ആയിട്ട് സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ആർട്ട് ഫിലിം മേക്കറും ഡയറക്ടറും. വേറെ ആരുമല്ല, അഞ്ജലി നായർ ആൻഡ് ഫാമിലി. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പം ഇന്ന് ചേച്ചിയുടെയാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ 1-2 ഫ്രണ്ട്സ് ചോദിച്ചു വിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് പറഞ്ഞ് വിട്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ദൃശ്യം 3-ലുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ. 2-ലത് ഞാനത് ഫോളോ അപ്പ് ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ദൃശ്യം 2-ൽ അത്ര നല്ലൊരു സിഗ്നേച്ചർ റോള് തരുന്ന ഒരു സംവിധായകനോട് ദൃശ്യം 3 ഉണ്ടോ എന്നും അതിൽ ഞാൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ ഒരു നന്ദികേടായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ആ ഒരു സിനിമ കാരണം എന്നെ തമിഴ് ലോകത്തേക്ക് വീണ്ടും എനിക്കൊരു കംബാക്കായി. അതിൽ നിന്ന് ഫിലിം ഫെയർ അവാർഡ് കിട്ടി. സോ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായ കാര്യങ്ങളാണ്, മെമ്മറീസാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കലും ദൃശ്യം 3 ഇല്ലാത്തതിന് ഞാൻ വിഷമിക്കുന്നില്ല. ശരിക്കും ചേട്ടനാണെങ്കിലും ഒരു ആർട്ട് ഫിലിം മേക്കർ ആണ്. അപ്പം ഇപ്പൊ ഫിലിംസ് ഇപ്പൊ 2 പേർക്കും ഫിലിംസ് വരാറുണ്ട്. അത് നിങ്ങളുടെ ഒരു ഫാമിലിയിൽ ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഇനി ഒരു ഫിലിം വരുമ്പോൾ നിങ്ങൾ? തീർച്ചയായിട്ടും അഞ്ജലി എൻ്റെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് കഥയൊക്കെ എൻ്റെ ഞാനായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ അത് അത്രയും നല്ല ഓക്കെ എന്ന് തോന്നുന്ന സിനിമകളിലേക്ക് പോകാറുള്ളൂ. ഇപ്പം ആവണിയാണെങ്കിലും ഇത്ര സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ അഭിനയിച്ചേക്കുന്നേ എങ്ങനെയായിരുന്നു? ഇപ്പം അമ്മ നടി ആയതുകൊണ്ടാണോ സിനിമയിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്, അതോ സ്വന്തം എനിക്ക് അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് ഞാൻ അമ്മയുടെ കൂടെ ഇപ്പൊ തിയേറ്ററിൽ പോകുമ്പോഴും ഞാനിങ്ങനെ കൊച്ചു കുട്ടികൾ അഭിനയിക്കുന്നത് കാണും. അപ്പൊ എനിക്ക് പണ്ട് അഭിനയം എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഒട്ടും ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. ബട്ട് ഇങ്ങനെ അവരെ അഭിനയിക്കുന്ന കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം, എല്ലാരും ഫോട്ടോ എടുക്കാനൊക്കെ പോകുന്നുണ്ട്, ഞാനും കൂടി അഭിനയിക്കാൻ തുടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ്. അല്ല, ഉറപ്പായിട്ട് ആ ടേസ്റ്റ് വന്നത് ബിക്കോസ് ജനിച്ചു മുതലേ ഞാൻ ഇങ്ങനെ ഓടി നടന്ന് ഷൂട്ടിനൊക്കെ പോകുന്നത് കാണുന്നതാണല്ലോ. അത് ചിലപ്പോ ബ്ലഡിൽ അതങ്ങനെ കടന്നിട്ടുണ്ടാവും. പക്ഷെ അവളുടെ താല്പര്യവും ഇഷ്ടവുമായിരുന്നു അഭിനയിക്കുക എന്നുള്ളത്. ഞാൻ 2-3 ചെറിയ ചെറിയ ചിത്രങ്ങൾ, ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അവള് വളർന്നതിന് ശേഷമാണ് അമ്മ കുറച്ചുകൂടെ വലിയ സംഭവങ്ങളൊക്കെ എന്നെ ഏൽപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു മെച്ചോർഡായിട്ട് ചോദിച്ചത്. നമ്മള് പിന്നെ സിനിമയുടെ വഴിയിലേക്ക് തന്നെ വിട്ടു. നിങ്ങൾ എങ്ങനെ പരിചയപ്പെടുന്നത്? ഞങ്ങൾ പരിചയപ്പെടുന്നത് വളരെ വളരെ ഫേസ്ബുക്ക് ഈ പ്രശ്നങ്ങളെന്നൊക്കെ പറയുന്നത് ഈ അഞ്ജലി നേരത്തെ പറഞ്ഞ സിനിമ ഇങ്ങനെ വലിച്ചെടുക്കും എന്ന് പറഞ്ഞ പോലെ എവിടെയോ നിന്ന് 2 ആൾക്കാർ
അല്ല, ഫേസ്ബുക്കിൽ ഇദ്ദേഹം ഹായ് എന്ന് മെസ്സേജ് അയക്കുകയും ഞാൻ റെസ്പോണ്ട് ചെയ്യുകയും തുടർന്ന് ഇതേപോലെ ഓഡിഷൻസിന് പണ്ടൊരു ഫോട്ടോസിലൊക്കെ ഞാൻ അഞ്ജലിയുടെ പടങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ലല്ലോ, അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. അല്ല, ഓർമ്മിക്കാൻ വഴിയൊന്നുമില്ല, ഞാനാണ് കണ്ടിട്ടുള്ളത്, ഞാൻ തന്നെ റിജക്ട് ചെയ്തതാണ് അന്ന് ആ പരസ്യത്തിൽ. ഞാൻ പറഞ്ഞു ഓഹോ ഓക്കെ. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് ഞാൻ ആഫ്രിക്കയിൽ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പോയി, ജിബൂട്ടി. അപ്പോൾ അന്ന് വളരെ ഭംഗിയായിട്ട് ഒരാഴ്ച പോയ ഷൂട്ട് കോവിഡ് കാരണം 3 മാസം ജിബൂട്ടി അവിടെ ആഫ്രിക്കയിൽ പെട്ടു. അപ്പം എന്ത് ചെയ്യണം എന്നറിയില്ല, നാട്ടിൽ ഇവള് ആകെ ഒരു മൂഡ് ഓഫ് ആയി, നമ്മൾക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലായി. അപ്പം ആ ഒരു 3 മാസത്തെ കാലയളവിൽ ആ സൗഹൃദം വളർന്നു. നമ്മൾ കൂടുതൽ സംസാരിക്കാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റി. ഷട്ടൗൺ ആണല്ലോ മൊത്തത്തിൽ എല്ലാവരും. ഞാൻ അതേപോലെ ചെന്നൈയിൽ നിന്ന് വന്ന വീട്ടിലേക്ക് ഒരു 2 ദിവസത്തേക്ക് വേണ്ടി വന്ന അവിടെ ലോക്കായി, പിന്നെ പോകാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാനില്ല, അങ്ങനെ സിറ്റുവേഷൻ. പിന്നെ എന്തെങ്കിലും അങ്ങനെ എന്റർടൈൻമെന്റ് ചെയ്ത് എന്തായാലും കോവിഡ് ഞങ്ങൾ ഷട്ട് ഡൗൺ ചെയ്ത പോലെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ട് ഡൗൺ ചെയ്യാന്ന് കരുതി അങ്ങനെ വന്നു. അങ്ങനെ ഇവര് തമ്മിൽ പിന്നെ അടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു കെമിസ്ട്രി വർക്കായെന്ന് കണ്ടപ്പം നമ്മൾ അങ്ങനെ ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ എല്ലാം ആസ് യൂഷ്വൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടുകാർ കാണാൻ വന്നു, കണ്ടു, സംസാരിച്ചു, നടന്നു. ഇപ്പൊ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. ഇപ്പം എത്ര വർഷമായി? 5 വർഷമായി. ശരിക്കും ഇപ്പം സൂര്യ സാറിന്റെ ഒക്കെ കൂടെ അഭിനയിച്ചല്ലോ റിട്രോയിൽ. അന്ന് എന്തോ പൊള്ളലേറ്റ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ടും അഭിനയത്തിനോടുള്ള ഒരു ഇത് കാരണം അത് കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അങ്ങനത്തെ ഒരു എന്താ പറയാ ആ ഒരു മൂവിയുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? സത്യം പറഞ്ഞ എനിക്ക് സൂര്യാങ്കളിനെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് സൂര്യാങ്കളുടെ മൂവീസ് ആണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ പെട്ടെന്ന് പുള്ളിയുടെ മൂവിയിൽ ഒരു ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പോയൊരു സെറ്റാണ് അത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഫണ്ണായിരുന്നു സെറ്റിലാണെങ്കിലും. അപ്പം പെട്ടെന്ന് ഇങ്ങനെ പൊള്ളിയപ്പോൾ എനിക്കങ്ങ് വല്ലാണ്ടായി പോയി, അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റൂലേന്നായിപ്പോയി. പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, വേറെ കുട്ടിയെ വെക്കണോ? കുഴപ്പമില്ല, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ, നിങ്ങൾ തിരിച്ച് കൊച്ചിയിലേക്ക് പൊക്കോളൂ, വേറെ കുട്ടിയെ വെക്കാം എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയെങ്കിലും മാറ്റാൻ ഞാൻ ഐസ് വെക്കുന്നു, മരുന്നിടുന്നു, ഇത് മാറുന്നില്ല. എനിക്കാണെങ്കിൽ നീറൊന്നും ഫുള്ള് പ്രശ്നമായിരുന്നു. പിന്നെ കുറച്ചൊന്ന് റെഡി ആയപ്പോഴത്തേക്കിനും ഞാൻ ഡയറക്ടർ അങ്ങളോട് പോയി പറഞ്ഞു. ഷൂട്ട് നിർത്തി വെച്ചായിരുന്നു. കാരണം 30% പൊള്ളലേറ്റിരിക്കണു. ഇവിടെ നിന്ന് മുതൽ കൈന്റെ അറ്റം വരെ പൊള്ളലേറ്റു, ഇവിടെയൊക്കെ അതിന്റെ സ്പാർക്ക് വീണു. അപ്പം അത്യാവശ്യം നല്ല ഭീകരാവസ്ഥ തന്നെയായിരുന്നു, നല്ല പെയിൻ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു 2-2.5 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം അവള് തന്നെ അത് പൂർത്തിയാക്കാം എന്ന് പറഞ്ഞിട്ട് ആ സീനിൽ ഇപ്പം ഞാൻ ആ സിനിമ വീണ്ടും ഇട്ട് കാണുമ്പോൾ ഞാൻ ആ പൊള്ളൽ ശ്രദ്ധിച്ചു. അവളുടെ കയ്യിൽ അവള് തിരിച്ചു നടക്കുമ്പോ ആ പൊള്ളൽ അവളുടെ കയ്യിൽ ആ പാടുണ്ട്. അപ്പൊ ആ സീനൊക്കെ അവൾ അത് കഴിഞ്ഞിട്ടാ ചെയ്തത്. അതിൽ ഭയങ്കര വേറെ രസമുണ്ട് കേട്ടോ. ഞാൻ സൂര്യയുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത പടം, ഞാൻ ചെന്നൈയിലായിരുന്ന ടൈമിൽ. അപ്പോൾ എൻ്റെ എപ്പോഴും പറയും ഇതേപോലെ ഫുൾ കളിയാക്കൽ തന്നെ. എന്നിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചെറുപ്പമായിരുന്നു, അതായത് സൂര്യയുടെ ചെറുപ്പവും നായകയുടെ ചെറുപ്പവും. അപ്പോൾ ആ സീനിൽ സൂര്യ ഇല്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടുന്ന് വെല്ലുവിളിച്ചിട്ടൊക്കെ പോയി. ഞാൻ കണ്ട് ഞാൻ ഓട്ടോഗ്രാഫ് മേടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് വരുമെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ സൂര്യ തിരിച്ചു വന്ന അവനയുടെ കൂടെ ഇരുന്ന അവനയുടെ കൂടെ കുറെ നേരം പക്ഷെ ഇത് അറിഞ്ഞപ്പോ അദ്ദേഹം ഓടിയെത്തി അവളുടെ കൂടെ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഫോട്ടോ എടുത്ത് അവളെ ആശ്വസിപ്പിച്ച് ലൈക്ക് ലിറ്ററലി അവർ ആ ഒരു എക്സ്പെൻസസ് മൊത്തം കുട്ടീന്റെ മെഡിക്കൽ വരെയുള്ളത് ഇവിടെ വന്നതിന് ശേഷമുള്ളത് മീറ്റ് ചെയ്യുകയും അത് ഫോളോ അപ്പ് ചെയ്യുകയും അദ്ദേഹം വിളിച്ച് ഇവരുടെ പ്രൊഡക്ഷൻ ടീമിന്റെ അടുത്ത് സൂര്യ വിളിച്ച് അവനിക്ക് ഓക്കെ ആണോ എന്നൊക്കെ അറിയുകയും ട്രിവാൻഡ്രത്ത് അദ്ദേഹം ഇതിന്റെ പരിപാടിയുടെ പ്രൊമോഷന് വന്നപ്പോൾ സ്റ്റേജ് പ്രൊമോഷന് വന്നപ്പം നമ്മളത് വളരെ സൈലന്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇതിനെ സ്പ്രെഡ് ചെയ്യുന്നത് എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കണമെന്നില്ല, നെഗറ്റീവായിട്ട് ആ കമ്പനീനെയും പ്രൊഡക്ഷനെയൊക്കെ പറയുമെന്ന് പേടിച്ചിട്ട് പറയാതിരുന്ന അവസ്ഥയല്ല. അത് മാത്രമല്ല കുറെ പബ്ലിക് ചുമ്മാ കമന്റ്സ് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇദ്ദേഹം സ്റ്റേജിൽ ഇരുന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് എൻഡ് ഓഫ് ദി ആ സംസാരത്തിൽ അവനി ആർ യു ഹിയർ എന്ന് ചോദിച്ചു. ഇങ്ങനെ ഇത് കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക സംസാരം. പെട്ടെന്ന് അവനി ഹിയർ, ഐ വോണ്ട് ഇമ്മീഡിയറ്റ്ലി ഐ വോണ്ട് യു ടു കം ടു സ്റ്റേജ് എന്ന് പറഞ്ഞു. അവളെ എന്തിനാന്ന് അവളെ വിളിച്ചു വരുത്തി അവളുടെ ആ ഒരു ഡെഡിക്കേഷനെ പറ്റി പറയുകയും പൊള്ളലിന്റെ അവസ്ഥയെ പറ്റി പറയുകയും ഒക്കെ പറഞ്ഞപ്പം നമുക്ക് ഇത് ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യമാണ്. മീൻസ് ആ കുട്ടീനെ ഒരു അത്രയും റെക്കഗ്നിഷൻ കൊടുത്തുല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ ഞങ്ങൾക്ക് പ്രഷർ ഉണ്ടായിരുന്നു ആ ഫോട്ടോസ് ഒക്കെ ഇടാൻ. എല്ലാവരും വിളി തുടങ്ങി, എന്ത് പറ്റി, എന്താ പുള്ളി, നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ഫോട്ടോസ് പിന്നെ മീഡിയയിൽ ഷെയർ ചെയ്തപ്പോ ഇത്രയും പൊള്ളലേറ്റു എന്നുള്ളത് അവർ പിന്നീട് അറിഞ്ഞത്. പിന്നെ ഒരു 2-2.5 മാസം കഴിഞ്ഞിട്ടാണ് അതിന്റെ റിക്കവറി, കൈ കുറച്ചൊരു പാച്ചസ് മാറിയത്. പക്ഷെ അതെന്താണേലും അങ്ങനെ ഒരു ഇത് ഉണ്ടായത് കൊണ്ട് സൂര്യ സാറിന്റെ അത്രയും എനിക്ക് ഭയങ്കരമായിട്ട് അറിയുന്ന ഒരു ആണ്. അപ്പൊ അത് അവളുടെ അടുത്താണ് ഭയങ്കര കാര്യമായിട്ട് സീരിയസ്. അത് റിയൽ ആയിരുന്നു, ഫേക്ക് അല്ല. കുറെ ആൾക്കാർ ഫേക്ക് ആയിട്ട് കാണിക്കുന്ന ആൾക്കാരുണ്ട്, അത് ഫേക്ക് അല്ല, സീരിയസ്. എനിക്ക് അറിയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും ഷൂട്ട് ഇല്ലാത്ത ഒരു ഡേ,
വീട്ടിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ 4 പേരും കൂടിയുള്ള ഒരു കൂടുതൽ ലേസി ഡേ? നമ്മൾ പുറത്തു പോവുമായിരിക്കും ചെയ്യുക, എവിടെയെങ്കിലും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവരെ കളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകും. അല്ലെങ്കിൽ അത്ര ഓക്കെ ആണ്, എല്ലാം മൂടൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ റീൽ എടുക്കും. സോഷ്യൽ മീഡിയ. ഇപ്പൊ മാമണിക്കുട്ടിക്ക് ഇനിയിപ്പോ വലുതാവുമ്പോഴും ഇതേ കരിയർ തന്നെ കൊണ്ടുപോകാനാണോ ഇഷ്ടം? എനിക്ക് വലുതാകുമ്പോ തന്നെ കൊണ്ടുപോകാനാണ് ആഗ്രഹം. ഇത് സിനിമ എന്തായാലും ഉണ്ടാകും. പിന്നെ സൈഡിൽ കൂടി ഒരു സൈക്കോളജിസ്റ്റ് ആവണമെന്നും ആഗ്രഹമുണ്ട്. ഒരു സ്റ്റുഡന്റ് കൗൺസിലിംഗ് ചെയ്യണമെന്നും ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അവൾക്ക് ഓരോ മീൻസ് അവൾക്ക് ഇങ്ങനെ അവള് ലോകം പഠിക്കും തോറും അല്ലെങ്കിൽ അവള് വളരും തോറും അവളുടെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കും. ചെറിയ പ്രായം ഒരു കുറെ കാലം അവള് ഫാഷൻ ഡിസൈനിങ് എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നിന്നു. പക്ഷെ ഇപ്പോൾ 8th പഠിക്കണേ. അപ്പൊ ഇപ്പൊ ഒരു 1 year 6 months ഒക്കെ ആയിട്ട് അവള് കുട്ടികളുടെ, അതായത് സ്കൂളിൽ കുറേം കൂടെ കുട്ടികളുടെ പ്രശ്നങ്ങളും അവളുടെ പ്രശ്നങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയപ്പം അവൾ ആലോചിച്ചു കുട്ടികൾക്കിടയിൽ ഒരാൾ വേണം ഇൻ ഫ്യൂച്ചർ. അപ്പൊ അവൾ ആ ഒരു ഇപ്പൊ മെന്റാലിറ്റിയാണ്. ഞാൻ എപ്പോഴും വരയ്ക്കുന്നു ഇതിൽ ഉറപ്പിച്ചോ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, എന്റെ ഇപ്പത്തെ കാഴ്ചപ്പാട് എനിക്ക് ഇതാണ്, ദിസ് ഹാസ് ടു ബി ഇത്. അപ്പൊ ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം ഞാൻ വേറെ രീതിയിൽ ചിന്തിച്ചേക്കാം. അടുത്ത് സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് പോയില്ല. ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ സ്കൂളിൽ പോയത്, എന്നെ സ്കൂളിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ എന്താ വെച്ചാൽ നാരങ്ങ വെള്ളം ബിസിനസ് ചെയ്യണം. ഏത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടു? അല്ല, സ്പോർട്സ് ഡേ ആയിരുന്നു. അപ്പൊ എന്നെ ശരിക്കും കേറ്റാനിരുന്നത് നാരങ്ങൾ ഒഴിച്ച് സ്പോർട്സ് ഒക്കെ ചെയ്തു ചേച്ചിമാർക്ക് കൊടുക്കാനായിരുന്നു. വോളണ്ടിയേഴ്സ് പോലെ. അവർക്ക് അങ്ങനെ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അന്ന് സ്പോർട്സ് ഡേ ആയതുകൊണ്ടൊന്നും പഠിക്കാൻ എന്നാന്ന് പറഞ്ഞു. സ്പോർട്സ് ഡേ എന്തോ ഒരു ഡേ ആയിട്ട് പോയില്ല. 11 മണിയായപ്പം ഇത് ഓർമ്മ വന്നു, യു എനിക്ക് പോണം. ഞാൻ പറഞ്ഞു ഇനി പോലും നടക്കില്ല, കാരണം ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്, ഇനി പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പിടിച്ചിരുത്തി. അതാണ് ആൾക്ക് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ ബിസിനസ് ചിന്തകളും ആശയങ്ങളും ഒക്കെയാണ്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിക്കാം, പെട്ടെന്ന് ഇത് പറയാം. ഓക്കെ, ചേച്ചിക്ക് ഒരേ ടൈമില് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഡേറ്റ് വരുവാണ്, ആരെ സെലക്ട് ചെയ്യും? ഒരേ സമയത്തോ? മമ്മൂക്ക. വേറെ ഒന്നും കൊണ്ടല്ല, ലാലേട്ടനോട് ഇഷ്ടം പോലെ ചെയ്തത് കൊണ്ട് മമ്മൂക്കയുടെ കൂടെയും ചെയ്തത് 1-2 സിനിമകൾ, ഒരു പരസ്യം, 1-2 സിനിമകൾ മാത്രമാണ്, അച്ചാദിൻ, കിങ് ആൻഡ് കമ്മീഷണർ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരു നല്ല സിനിമ കിട്ടിയാൽ ഉറപ്പായിട്ടും. ആവണിക്കുട്ടി, അച്ഛൻ പറഞ്ഞു ഏതാണ് അമ്മയുടെ ഏറ്റവും നല്ല കഥാപാത്രം? ആവണിക്കുട്ടിക്ക് ഏതാ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അമ്മ ചെയ്തേക്കുന്നത്? ചിത്തയാണ്. ചിത്തയുടെ ആൾക്കാരാണ്. ഓക്കെ, വീട്ടിലെ പെർഫെക്റ്റ് കുക്ക് ആരാണോ? അമ്മ. അമ്മ ആൻഡ് മൈ അമ്മ. ഓ, യുവർ അമ്മ. ഓക്കെ ഓക്കെ. അമ്മ കുക്ക് ചെയ്യോ? അമ്മ കുക്ക് ചെയ്യും, അത്രയില്ല. ആവശ്യം വന്നാൽ, ബിക്കോസ് അമ്മയാണ് 24/7 കിച്ചൺ കാര്യങ്ങൾ. നമുക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ആ വഴിക്ക് അങ്ങനെ അധികം പോവാറില്ല. പോവേണ്ടി വന്നാൽ അമ്മ അവിടെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഐ ട്രൈ. ആവണിക്കുട്ടിക്ക് അഭിനയം കൊണ്ട് ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? ആവണിക്കുട്ടി അഭിനയിച്ചാലല്ല, സിനിമ കണ്ടതില്. ഞാൻ ആകാശദൂത് കണ്ടിട്ടുണ്ട്. ഓ, ആകാശദൂതൊക്കെ കണ്ടിട്ടുണ്ടോ? ചലഞ്ചിലിരുന്ന് കണ്ടതാ, ഭയങ്കര ചലഞ്ചായിട്ട്. പിന്നെ കരയാ, നിങ്ങളൊക്കെ ചുമ്മാ ഒരു സിനിമ കാണുമ്പോ ഈ കരച്ചില് ചുമ്മാ ഓരോ ഓവറാക്കുന്നൊക്കെ പറഞ്ഞ് പോയി കണ്ടതാ. ഒരു ദിവസം ഇപ്പം അമ്മ ഇല്ല വീട്ടില്, ഒരു ദിവസത്തെ വീട്ടിലെ ജോലികൾ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കേണ്ടി വന്നാൽ അത് ആരേറ്റെടുക്കും? ചേട്ടൻ? അല്ല, കുക്കിങ്ങിനൊക്കെ വരാൻ പറയാൻ വരും കേട്ടോ. വരും. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം അതൊന്ന് അരിഞ്ഞു തരുമോ, അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി തരുമോ, പെട്ടെന്ന് അതൊന്ന് അടുപ്പത്ത് പോയി നോക്കോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒക്കെ ചെയ്യും. അങ്ങനെയൊന്നും അങ്ങനെ ജോലി ചെയ്യാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. പെട്ടെന്ന് ഞാൻ ആ റൂമൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഇത് ചെയ്യാം, അല്ലെങ്കിൽ അവളെ നോക്കുക, അവളെ കുളിപ്പിക്കുന്നൊക്കെ പറഞ്ഞ റെഡിയാണ്. ഓക്കെ, ഇനിയിപ്പം സിനിമയിലേക്ക് വരാൻ ഉള്ള ഒരു കുറെ പുതിയ മുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ കൈ സിനിമയിൽ വെച്ചിട്ട് ഇപ്പുറത്തെ കയ്യിൽ വരുമാനം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം സൈഡ് പാർട്ടായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഉണ്ടാവുള്ളൂ. എപ്പോഴെങ്കിലും സിനിമ കുറഞ്ഞു പോയാലോ കിട്ടാതെ വരുമ്പോഴോ ഒക്കെ നമ്മൾ ഇപ്പുറത്ത് സേഫാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഉണ്ടാക്കി തരും. ഇവിടെ സ്റ്റാർട്ടപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സസ്റ്റൈൻ ചെയ്ത് പോകാം, പ്രശ്നമൊന്നുമില്ല. താഴെക്കിടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ചവിട്ടുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും. അവർക്കാണ് ഏറ്റവും ഓപ്ഷൻസ് കൂടുതലാണല്ലോ, അവരിൽ ഓപ്ഷൻസ് കൂടുതലാണ്. ഇപ്പൊ മേലെയുള്ള ഈ പറയുന്ന സോക്കോൾഡ് ഒരുപാട് പേരെ നമുക്ക് അവരെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അവസ്ഥയും വരും മാർക്കറ്റിംഗ് വാല്യൂ അനുസരിച്ച്. ബട്ട് അതിന് താഴേക്കുള്ള ഒരുപാട് കാറ്റഗറീസ് ഓഫ് ആൾക്കാർക്ക് ഓപ്ഷൻ ഉണ്ട്. അയാൾ വന്നില്ലെങ്കിൽ ഇയാളുണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളുടെ ലെഫ്റ്റ് സൈഡിലൊരു സിനിമ അല്ല ഒരു ജോബ്, ഒരു ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്. ശരിക്കും നമുക്ക് ഇപ്പം സിനിമ എന്ന് പറയുമ്പം ഒബ്വിയസ്ലി സാധാരണക്കാരൊക്കെ ചിന്തിക്കുന്നത് ഈ പറഞ്ഞ മാതിരി കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കാസ്റ്റിംഗ് കൗച്ചൊക്കെ പോലെ തന്നെ.
ശരിക്കും അങ്ങനെ ഉള്ളതാണോ അതോ ചേച്ചിക്ക് എങ്ങനെയായിരുന്നു? ചേച്ചിയുടെ അനുഭവം എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടല്ലേ. ഇപ്പം ഓരോരുത്തർ പോയി പെടുകയാണോ, പെട്ടതാണോ, അല്ലെങ്കിൽ എന്താ അവരുടെ ഇഷ്ടമാണോ, അനിഷ്ടത്തിൽ, അതൊന്നും നമുക്ക് എന്താ പറയാ അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത ഏരിയകളാണ്. അതൊക്കെ അവരവരുടെ ജീവിതത്തിൽ ഉണ്ടായി പോകുന്ന സാഹചര്യങ്ങളാണ്. അതെങ്ങനെ അത് വന്നു എന്നുള്ളതൊക്കെ അവർക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും ഒരു കുഴപ്പവുമില്ലാതെ ഇൻഡസ്ട്രിയിൽ വളരെ ഭംഗിയായിട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും ആശംസിക്കാനും മാത്രമേ പറ്റുള്ളൂ. ബാക്കിയെല്ലാം അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവേണ്ടത് വിധിക്കപ്പെട്ട പോലെയല്ലേ. ദാറ്റ് അവര് സ്വയമായിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യമാണ്. അതറിയില്ല എങ്ങനെയാണത് സംഭവിക്കുന്നത് എന്നുള്ളത്. സിനിമ പെട്ടെന്ന് ഇപ്പൊ എല്ലാവരെയും ഇടയിൽ എന്തോ ഫെയിം കിട്ടുന്നത്, പൈസ ഉണ്ടാകണം, പക്ഷെ അങ്ങനെ ഒരു മെന്റാലിറ്റി വന്നുപോയി. അതാണ് എല്ലാവരെയും ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിക്കുന്നത്. അതല്ല, നമുക്ക് നമ്മുടേതായ ഒരു ടേസ്റ്റും ഉള്ള കാര്യങ്ങളുണ്ട്. പല ആൾക്കാരുമാണ് ഈ കാസ്റ്റിംഗ് കൗച്ചിന് വേണ്ടി അവർ തന്നെയാണ് ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇപ്പൊ ഞാൻ പോയിട്ട് എനിക്ക് കടയിൽ പോയിട്ട് സാധനം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി താല്പര്യപ്പെടും അല്ലെ. ആ ഒരു മെന്റാലിറ്റി അത് അങ്ങനെ അത് പറ്റില്ല എന്ന് നിങ്ങൾക്ക് സ്റ്റാൻഡായിട്ട് പറയാൻ പറ്റിയ അവിടെ കഴിഞ്ഞു. ഇത് സിനിമയിൽ മാത്രമല്ല കേട്ടോ. ഇത് ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് IT ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. അവിടെയും അഭിമുഖീകരിക്കുന്ന സെയിം പ്രോബ്ലംസ് ഒരുപാട്. അത് സിനിമയിലായതുകൊണ്ട് മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നതെന്നുള്ളൂ. എല്ലാ ഇൻഡസ്ട്രിയിലും എഡ്യൂക്കേഷൻ സെക്ടർ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ സെക്ടർ ആയിക്കോട്ടെ, IT മേഖല ആയിക്കോട്ടെ, എല്ലാ സെക്ടേഴ്സിലും നമ്മളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോലും ഈ പ്രശ്നം നടക്കുന്നുണ്ടാകാം. സിനിമ ആയതുകൊണ്ട് എന്താ പറയാ അട്രാക്ഷൻ ഒരു സെക്ടർ ആയതുകൊണ്ട് അങ്ങനെ പറയപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. ആവണിക്കുട്ടി സിനിമയിലേക്ക് ഇറങ്ങുവാണെന്ന് പറഞ്ഞപ്പോ അച്ഛനും അമ്മയും തന്ന ഏറ്റവും നല്ലൊരു ഉപദേശം എന്താ? സെറ്റിൽ പോവുക, എല്ലാവരോടും നന്നായിട്ട് ബിഹേവ് ചെയ്യുക, ഒരു ആറ്റിറ്റ്യൂഡും പാടില്ല, ചാടിയൊന്നും പാടില്ല, എല്ലാവരോടും നല്ല സിമ്പിളായിട്ട് പെരുമാറുക എന്നുള്ളതാണ്. ചേച്ചി ഒരിടയ്ക്ക് സിനിമ നിർത്തി, അതായത് ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും സിനിമയിലേക്ക് വരാനുള്ള പ്രചോദനം എന്തായിരുന്നു? ഈ വിളി കാരണമാണ്. ഞാൻ പറഞ്ഞു 2011 5 സുന്ദരികൾ ചെയ്തതിനു ശേഷം തുടർന്ന് വിളിച്ചപ്പം ശരി എന്നാ ഒരു സിനിമയും കൂടെ പോയി ചെയ്തേക്കാം എന്ന് തോന്നി അങ്ങനെ പോയി ചെയ്യിക്കും. വീണ്ടും വീണ്ടും തുടർച്ചയായി വിളി വന്നപ്പം നമ്മളെ തേടി ഒരു കാര്യം വരുമ്പോൾ നമ്മൾ എന്തിനാണ് അതിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് എന്ന് കരുതി അങ്ങനെ അങ്ങ് ചെയ്തു പോയതാണ്. നമുക്കൊരു വാതിൽ തുറക്കപ്പെടുമ്പോൾ നമ്മളത് എത്ര പ്രാവശ്യം തട്ടിക്കളയും. അതെ അതെ അതെ. ഇപ്പൊ ചേട്ടൻ അസോസിയേറ്റ് ചെയ്തേക്കുന്ന സിനിമകള് ഏതൊക്കെയാണ്? തമിഴാണ് കംപ്ലീറ്റ്. ഞാൻ ബേസിക്കലി ഞാൻ ആഡ് ഫിലിം ഡയറക്ടർ. ആഡ് ഫിലിംസിലാണ് പോയത്. അപ്പോൾ മലയാളത്തിൽ ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് കുറച്ച് പണി കിട്ടിയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വീണ്ടും ചെന്നൈയിലേക്ക് പോയി. അങ്ങനെ ആഡ് ഫിലിംസിൽ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. രാജീവ് മേനോൻ സാറിൻ്റെ കൂടെയും ഓൾമോസ്റ്റ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന എല്ലാ ആഡ് ഫിലിം ഡയറക്ടേഴ്സിൻ്റെയും എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. എണ്ണം പറഞ്ഞാൽ തികയില്ല, അത്രയും കുറേ ഫോറിൻ ഡയറക്ടേഴ്സിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റി. മലയാളത്തിൽ രാജീവ് സാറിനോട് വർക്ക് ചെയ്തു, തമിഴിൽ വെങ്കട്ടനോട് വർക്ക് ചെയ്തു, കമലഹാസൻ സാറിനോട് വർക്ക് ചെയ്തു. ഇതാണ് എൻ്റെ ഒരു ഫിലിം. അങ്ങനെയൊന്നുമില്ല. ആഡ് ഫിലിംസിൽ അന്ന് സിനിമയിലേക്ക് വേണ്ടി ട്രൈ ചെയ്തു. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, മലയാളത്തിൽ ഒരാൾ എന്നെ കുറച്ച് കാലം എന്നെ പറ്റിച്ചു. അതാരും ഞാൻ പറയുന്നില്ല. പിന്നെ പോയി. പിന്നെ നെക്സ്റ്റ് എന്താന്ന് പറഞ്ഞിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആഡ് ഫിലിംസിൽ പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇത് കിട്ടിയ. ആഡ് ഫിലിംസ് കിട്ടിയ ഉടനെ പിന്നെ നല്ല രസം. പിന്നെ സ്ട്രഗിള് വർക്കുണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്. വലിയായിരുന്നു. ഇങ്ങനെ പിന്നെ ട്രാവലിംഗ് ഭയങ്കര ഫുള്ള് എഡിറ്റിങ്ങിനും മറ്റേ ഷൂട്ടും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ട്രാവലിംഗ് ആയി. പിന്നെ സിനിമയിൽ പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ പറയും, എടാ പൈസ ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, കട്ടിപ്പണിയാണ്. നോക്കുമ്പോൾ ഇത് ഭയങ്കര സേഫാണ് എല്ലാം കൊണ്ട്. പിന്നെ അങ്ങനെ പോയി. ചേട്ടന് ചേച്ചി ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാ? ഈ ചിത്ത ഭയങ്കര ഇഷ്ടം. ഭയങ്കര നല്ല സിനിമയായിരുന്നു. നല്ല ദൃശ്യം അതും. പിന്നെ അങ്ങനെ എടുത്ത് പറയാൻ പിന്നെ ബാക്കിയെല്ലാം ആലോചിക്കുന്നുണ്ട്, പെട്ടെന്ന് വരില്ല. സിനിമകളുണ്ട്, പക്ഷെ ബെൻ എനിക്ക് ആ കൊച്ചിനായിട്ട് ടോർച്ചർ ചെയ്യണ കാണുമ്പോ അതെ റിയൽ ആയിട്ടാണല്ലോ. പെന്നിലാണ് ചേച്ചിക്ക് അവാർഡ് കിട്ടിയത്. അഞ്ജലി ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ചേച്ചി വളരെ ചൈൽഡ് ആക്ട്രസ് ആയിട്ട് സിനിമയിലേക്ക് വന്ന ഒരാളാണ്. ഇപ്പൊ ഒരു സംസ്ഥാന അവാർഡ് വരെ ലഭിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ചേച്ചിയുടെ ഒരു ഫിലിം ജേർണി എങ്ങനെയായിരുന്നു? ചേച്ചി എങ്ങനെയാ സിനിമയിലേക്ക് എത്തിയത്? ഇത് എന്നറിയുന്ന ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു കഥയാണ്. അതായത് ഞാൻ കേട്ടുമടുത്ത വാചകങ്ങളായിരിക്കും വരിക. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു പരിപാടി കാണാൻ പോവുമായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു മീഡിയയിലെ സുഹൃത്ത് എന്നെ കണ്ട് തിരിച്ചറിയുക ഇൻ സെൻസ് അദ്ദേഹത്തിന് ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചൊരു പരിചയം എനിക്കുണ്ടായിരുന്നു.
അപ്പം അങ്ങനെ തിരിച്ചറിയുകയും പിന്നിലെ സ്റ്റേജിന്റെ പിന്നിലോട്ട് പരിചയപ്പെടാൻ വിളിച്ചപ്പോൾ രമേശ് പിഷാരടി, ധർമ്മജൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ആ മീഡിയ പേഴ്സൺ ഹരി പി എന്നായിരുന്നു പറഞ്ഞ വ്യക്തിയായിരുന്നു. അവർ 3 പേരും തുടർന്ന് എൻ്റെ വീട്ടിൽ വരികയും അമ്മയച്ഛനെ കണ്ടിട്ട് മോള് കൊള്ളാലോ, അവൾക്ക് മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ആങ്കറിങ് ഇതൊക്കെ ചെയ്തൂടെ എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആ വഴിക്കില്ല, ഞങ്ങൾക്കത് പരിചയമില്ലാത്തൊരു ഏരിയ ആണ്, ക്യാമറ കാര്യങ്ങളൊക്കെ താല്പര്യവുമില്ല. പിന്നെ അതിനുശേഷം ഞാൻ അവരെ വിളിക്കുകയുണ്ടായേ, എനിക്ക് ചാനൽ ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ സ്കൂളിൽ എൻ്റെ കോളേജിലെ കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് ചാനൽ കാണിച്ചു തരാം, എനിക്കറിയാലോ ഞാൻ എങ്ങനെയാണ് ഇവരെ പരിചയപ്പെടുന്നത്. അപ്പൊ എൻ്റെ കോളേജിലെ പിള്ളേർ ചോദിക്കും എനിക്ക് ചാനലുകാരെയൊക്കെ അറിയോ, ഞാൻ പറഞ്ഞു കമോൺ. അപ്പൊ ചാനലൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അന്ന് അവിടെ കുഞ്ഞു കുട്ടികളുടെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഫോളോ അപ്പ് ചെയ്യാനാണ് ഞാൻ ആ മീഡിയ പേഴ്സണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ നെയ്ബറിന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ പരിപാടി അവിടെ നടന്നുകൊണ്ട് അദ്ദേഹം എനിക്ക് പറഞ്ഞു മൈക്ക് തന്നിട്ട് ചുമ്മാ നീ ആ കുട്ടികളുടെ അച്ഛന്റെ പേര് അമ്മയുടെ പേരൊക്കെ ചോദിക്കും. ഞാൻ ചോദിക്കാലോ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചപ്പം ഇവരിത് ഔട്ട്ഡോർ ആങ്കറിംഗ് എന്ന് വെച്ചാൽ എന്റെ പേരിട്ടു. അന്ന് വൈകുന്നേരം ഞാൻ എന്റെ ടി.വിയിൽ കാണുകയാണ്, ഇത്രയുള്ള പരിപാടി, ഇത്രയുള്ളൂ പറയണു, സിമ്പിൾ ആണല്ലോ എന്ന് പറയുന്നു. പക്ഷെ അന്ന് തന്നെ അവിടെയുള്ള കുട്ടികളിലെ ഒരു കുട്ടിയായിരുന്നു അനീക, നമ്മുടെ ഐ ലവ് യു മമ്മി, അനിക സുരേന്ദ്രൻ, 2 വയസ്സെന്തോ ഉള്ളൂ. അപ്പൊ കുഞ്ഞിന്റെ അച്ഛൻ സുരേന്ദ്ര അങ്കിൾ എനിക്കൊരു വിസിറ്റിംഗ് കാർഡ് തന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ മോഡൽ കോർഡിനേറ്റർ ആണ്, ഞാൻ വിളിക്കും, പരസ്യങ്ങൾ വന്നാൽ. ഞാൻ പരസ്യോ എന്നൊക്കെ ചോദിച്ച് വീട്ടിൽ വന്നൊരു ഡിസംബർ ജാനായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. കൃത്യം ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. മാർച്ച് 1-ാം തീയതി ഒരു പരസ്യമുണ്ട്, രതീഷ് അമ്പാദ് സാറാണ് പരസ്യത്തിൽ. നിക്കി ഗൽറാണിയുടെ അനീതി സഞ്ജന ഗൽറാണിയുടെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്, കമ്മലും മാലയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു പേയ്മെന്റ് ഒക്കെ പറഞ്ഞു. അപ്പൊ എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ നിൽക്കുകയാണ്, കാലിക്കറ്റ് നാട്ടിലാണ് ഞാൻ ആ സമയത്ത് വെക്കേഷനിൽ. അപ്പൊ അമ്മമ്മ പറഞ്ഞു ഗോ, ബിക്കോസ് നീ ഒരുപാട് കുട്ടികൾ ട്യൂഷൻ എടുക്കുന്നു, ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നു, അപ്പൊ അതിലുപരി നിനക്കൊരു ദിവസം ഇത്രയും കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പുഷ് ചെയ്ത് ഉള്ളി ചെയ്ത് അങ്ങനെ എത്തിച്ചു. ആ പരസ്യത്തിൽ നിന്ന് അടുത്ത കോർഡിനേറ്റർ പരിചയപ്പെടുകയും അങ്ങനെ ഒരു 100ഓളം പരസ്യങ്ങൾ ചെയ്തു, മ്യൂസിക്കൽ ആൽബംസ് ചെയ്തു, തമിഴ് സിനിമകളിൽ നായികയായി. പിന്നെയാണ് 2011 കാലഘട്ടത്തിൽ മലയാള സിനിമകൾ ചെയ്ത് തുടങ്ങിയത് തന്നെ. അപ്പൊ അതുകൊണ്ട് അന്ന് ആ അമ്പലത്തിലെ പരിപാടിക്ക് പോയില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ ഞാനിങ്ങനെ ഇരിക്കില്ലായിരുന്നു. ഓക്കെ ചേച്ചിക്ക് ഇപ്പൊ തമിഴ് ഇപ്പം കുറെ അധികം ഭാഷകൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ മലയാളം ഇൻഡസ്ട്രിയും അതർ ഇൻഡസ്ട്രീസും തമ്മിലുള്ള എന്തെങ്കിലും ചേഞ്ച് പറയാൻ പറഞ്ഞ ചേച്ചിക്ക് എന്ത് പറയാൻ പറ്റും പെട്ടെന്ന്? എനിക്ക് അങ്ങനെ ആക്ച്വലി ചേഞ്ചസ് ഒന്നും എനിക്ക് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ലാംഗ്വേജ് ഡിഫറൻസ്, ഇപ്പൊ ഞാൻ തെലുങ്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, സാൻസ്ക്രിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാൻസ്ക്രിറ്റ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോ നമുക്ക് എല്ലാവരും ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് ഒരേ രീതിയിലുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ അവർക്ക് കുറച്ചും കൂടി കൂടുതൽ അതായത് ഇവിടെ മലയാളത്തിലെ ആൾക്കാർ തരുന്നില്ല എന്നല്ല, പക്ഷെ അവര് നമ്മളെ പൊതിയുന്നതിനേക്കാൾ കൂടുതൽ ഇവരിങ്ങനെ ഓരോ സെക്കൻഡിലും വെള്ളം വേണോ നമ്മൾ ചിലപ്പോൾ വെള്ളം വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ മലയാളത്തിലെ പ്രൊഡക്ഷൻകാർ ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ 5 മിനിറ്റ് കൂടുമ്പോൾ അമ്മ എന്തെങ്കിലും വേണം. ഓവർ എന്താ പറയാ ഡെഡിക്കേഷൻ, സ്നേഹം, കെയറിങ്, അത് ഭയങ്കര അത് എന്നോട് നല്ല ആ ഇൻഡസ്ട്രിയിലുള്ളവരുടെ ഒക്കെ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ ലാംഗ്വേജ് ഭയങ്കര കൂടുതലാണ്. അത് മാത്രമല്ല ഭയങ്കര പൊളിറ്റ്നസ് ആണ്, ഒരു ജാടൊന്നും ഇല്ല. അത് സിനിമയിൽ നമ്മള് ഞാൻ വെള്ളം കൊടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ എന്റെ ജോലി ഇതാണ്, ഞാൻ അവരെ കെയർ ചെയ്യണം, അവർക്ക് ആവശ്യമുള്ള സാധനം കൊടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ള ആൾക്കാർ. കാരണം വെച്ചാൽ അഞ്ജലിക്കാരും കൂടുതൽ വർക്ക് ചെയ്ത് തമിഴിൽ വർക്ക് ചെയ്തത് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് തമിഴിലുള്ളത്. ഇവിടെ ഇവിടെ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല, ബട്ട് കമ്പാരിറ്റീവ്ലി അവർക്ക് കുറച്ച് കൂടുതലാണ്. എനിക്കറിയില്ല, ഞാൻ ഇവിടെ വർക്ക് ചെയ്തില്ല, ഞാൻ ആകെ ലാലു സാറിനോട് ഒരു പടം മാത്രം ഇവിടെ വർക്ക് ചെയ്തില്ല. ചേട്ടൻ കൂടുതലും തമിഴ് തന്നെയാണ് അല്ലെ? ഓക്കെ. ഇപ്പൊ തമിഴ് പിന്നെ നമുക്കറിയാം, ഇപ്പൊ സാൻസ്ക്രിറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ശരിക്കും നമുക്ക് അഭിനയിക്കണമെങ്കിൽ അതിന്റെ ഇമോഷൻസ് കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാകണമല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് ശരിക്കും ലാംഗ്വേജ് പഠിക്കേണ്ടിയൊന്നും വന്നില്ല, നമ്മളത് എഴുതി അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ അല്ലെങ്കിൽ മലയാളം വേർഷൻ അത് മനസ്സിലാക്കി. ജയറാമേട്ടനായിരുന്നു എന്റെ പേര്. സോ അദ്ദേഹം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഞാനും ആ ലാംഗ്വേജ് ആ ഡയലോഗുകൾ പഠിച്ച് അതിന്റെ ഇമോഷൻസ് മനസ്സിലാക്കി അങ്ങനെ അത് ചെയ്യാണ്ടായി. അങ്ങനെ ചെയ്ത എന്റെ പൊന്നെ മലയാളം തന്നെ. തെലുങ്ക് ഇപ്പൊ അങ്ങനെ തന്നെയാണ്. എനിക്ക് തെലുങ്ക് ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് അവരെല്ലാവരും എന്നോട് പറഞ്ഞു ABCDFGHIJK അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ നമുക്ക് ഇമോഷൻസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഇനിയിപ്പോ സ്നേഹത്തോടു കൂടിയാണെങ്കിലും ദേഷ്യമാണെങ്കിലും ABCDFG അങ്ങനെ പറയാൻ നമുക്ക് കിട്ടില്ല, നമുക്ക് ഡയലോഗേ വരുള്ളൂ. ഞാൻ പറഞ്ഞു ഒരു ABCD ഇവിടെ നടക്കില്ല, ഡയലോഗ് തന്നോളൂ, ഞാനത് പഠിച്ച് ഞാൻ പറയാം, ഞാൻ അതിന്റെ മംഗ്ലീഷ് പോലെ എഴുതുന്നത് പോലെ എഴുതി ഞാനത് പഠിച്ച് പറയാന്ന് പറഞ്ഞാൽ ഞാനത് പഠിച്ചാ പറഞ്ഞ ആ ഭാഷ പോലും. അത് ഡബും ചേച്ചി തന്നെയാണോ ചെയ്തത്? ഇല്ല, ഡബ് തെലുങ്ക് വേറെ ആൾക്കാരാണ് അല്ലേ? അപ്പൊ എനിവേ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫ്യൂച്ചർ നല്ല രീതിയിൽ ഇനിയും നല്ല നല്ല പ്രൊജക്ട്സ്
മമ്മൂട്ടിയുടെ ഒപ്പമാണെങ്കിലും അതെ, വരട്ടെ. അപ്പൊ ചേട്ടനാണെങ്കിലും ചേട്ടന്റെ കരിയറിൽ നല്ല നല്ല പ്രോജക്ട്സ് Thank you. എത്തട്ടെ. അപ്പൊ അവനെക്കുട്ടി വളരെ പെട്ടെന്ന് Happy കഴിഞ്ഞു അല്ലേ? interview. അതെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു സോ Thank you so മച്ച്. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.